ചില മക്കളെയൊക്കെ കാണുമ്പോൾ തോന്നിയിട്ടില്ലേ, അവരെന്ത് സ്മാർട്ടാ, എത്ര ഷാർപ്പാ. പാരന്റ്സിനൊക്കെ അഹങ്കാരത്തോടെ പറയാൻ സാധിക്കുന്ന മക്കള്. പക്ഷേ ഒരു സീക്രട്ട് വാട്സാപ്പ് ഗ്രൂപ്പിനുള്ളിൽ അവരെന്തൊക്കെയാ ചർച്ച ചെയ്യുന്നത്? പരീക്ഷകളെ കുറിച്ചോ, അസൈൻമെന്റ്സിനെ കുറിച്ചോ, പലപ്പോഴും അവര് കൊലപാതകങ്ങളെ കുറിച്ചൊക്കെയാ പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെ തുടങ്ങുന്നത് എവിടെ നിന്നാ? ഒരു മത്സരം, രണ്ട് സ്കൂളുകൾ തമ്മിലോ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലോ ഉള്ള ഒരു ഈഗോ ക്ലാഷ്. പക്ഷെ ഇതൊന്നും സ്കൂൾ അങ്കണത്തിൽ തീരുന്നതല്ല. കുട്ടികൾക്ക് വെറുതെ ദേഷ്യം വരിക മാത്രമല്ല, ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ട് ചർച്ച ചെയ്യാണ് കൊലപാതകത്തെ കുറിച്ച്, അത് നടത്താനുള്ള സമയത്തെ കുറിച്ച്, എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ, എങ്ങനെ രക്ഷപ്പെട്ടു പോരാം എന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു. സമയം വരുമ്പോഴോ ആ കൃത്യം, ആ ഹീനകൃത്യം ഒട്ടും മടി കൂടാതെ നടത്തുകയും ചെയ്യും. ഒരു നഞ്ചക്ക് അല്ലെങ്കിൽ ഒരു കത്തി, താഴെ കിടന്ന് പിടയുന്നത്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് ഒരു ഷാബാസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കുട്ടി. എന്നാ കൊല്ലുന്ന ആളുകൾ അൺഎഡ്യൂക്കേറ്റഡ് ക്രിമിനൽസ് ആണോ, ഡ്രോപ്പ് ഔട്ട്സ് ആണോ, അല്ലെങ്കിൽ തെരുവിൽ അലങ്ങി തിരികെ നടക്കുന്നവരാണോ? അല്ല, അവർ സ്റ്റുഡൻസ് ആണ്, ഇന്റലിജന്റ് ആണ്, വളരെ സ്ട്രാറ്റജിക് ആണ്. ഇവിടെ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് മിസ്സിംഗ് വരുന്നത്? എന്താണ് അവരില്ലാതെ പോകുന്നത്? ഇറ്റ് ഇസ് സംതിങ് ഫാർ മോർ ദാൻ IQ. നമ്മൾ നമ്മുടെ കുട്ടികളെ മിടുക്കരാക്കാനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? നമ്മളത് ഒരുപാട് പുഷ് ചെയ്യുന്നുണ്ട്, ടോപ്പ് മാർക്സ് കിട്ടാനായിട്ട്, കോമ്പറ്റീഷൻസ് വിൻ ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ. പക്ഷേ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്ത ഇന്റലിജൻസ്, അത് വളരെ ഡേഞ്ചറസ് ആണ്. ഒരിക്കലും സക്സസ് ക്രിയേറ്റ് ചെയ്യില്ല. ഇറ്റ് ക്രിയേറ്റ്സ് ഓൺലി മാനിപ്പുലേഷൻ, ഇമ്പൾസീവ്നെസ് ആൻഡ് ഇന്റലിജന്റ് ക്രിമിനൽസ്. സൈക്കോളജി സ്റ്റഡീസ് ഒക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് IQ-നേക്കാൾ കൂടുതൽ EQ ആണെന്ന്. ഇമോഷണൽ കോഷ്യന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ്. ഉള്ളിലെ ദേശത്തെ വലിയൊരു ക്രൈമിൽ നിന്ന് രക്ഷിക്കുന്നത് ഈ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അതാണ് കുട്ടികളെ ഫെയിലിയറിൽ നിന്നും റിജക്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും കൺട്രോൾ ഒന്നും നഷ്ടപ്പെടാതെ ഫ്രസ്ട്രേഷൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നവരെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികളുടെ മനസ്സൊക്കെ ഒരുപാട് ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്, ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് ആണ്. അവർക്ക് അവരെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പലപ്പോഴും. ഒരു ബ്രില്യൻ മൈൻഡിനെ ഇത്തരം ഇമോഷൻസ് ഒക്കെ ടേക്ക് ഓവർ ചെയ്യുമ്പോഴാണ് അത് അപകടത്തിലേക്ക് നയിക്കുന്നത്. ഇന്ന് അവര് അവരുടെ എതിരാളിയെ കൊന്നു, നാളെ അവരുടെ ടാർഗറ്റ് ആരായിരിക്കും? ഒരു ടീച്ചർ, ഒരു ഫ്രണ്ട്, ഒരു സഹോദരനോ സഹോദരിയോ, അല്ലെങ്കിൽ നമ്മൾ പാരന്റ്സ് തന്നെയോ? ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ദേഷ്യം അവരെ കൺട്രോൾ ചെയ്യുമ്പോൾ അവര് സ്വന്തം പാരന്റ്സിനെതിരെ തിരിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികളുടെ മനസ്സ് ആരാ ഷേപ്പ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ആണോ, ഇന്റർനെറ്റ് ആണോ, അതോ അവരുടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ആണോ? ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുൻപ് നമുക്കത് കറക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തൂടെ? അപ്പോ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? IQ പോലെ തന്നെ അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട് നമ്മൾ EQ-ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ വിസ്ഡം ഇസ് ആർട്സിൽ വി ഡോണ്ട് ട്രെയിൻ ജസ്റ്റ് ഇന്റലിജൻസ്, വി ട്രെയിൻ ദ മൈൻഡ് ടു ബി പവർഫുൾ യെറ്റ് കൺട്രോൾ, ടു ബി ഷാർപ്പ് യെറ്റ് കമ്പാഷനേറ്റ്, ടു ബി സക്സസ്ഫുൾ വിതൗട്ട് ബീങ് ഡേഞ്ചറസ്. പലതരം ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. ന്യൂറോ കോഗ്നിറ്റീവ് ട്രെയിനിങ്, ബ്രെയിനെ റീവയർ ചെയ്യാം, അതിലൂടെ ഇമോഷണൽ ഇന്റലിജൻസ്, സെൽഫ് റെഗുലേഷൻ, സെൽഫ് റിലയൻസ്, ഇതൊക്കെ അവർക്ക് എളുപ്പം നേടിയെടുക്കാനായിട്ട് സാധിക്കും. So act now, because tomorrow it may be too late.